കോൺഗ്രസിന് ഇത്തവണ വലിയ പരീക്ഷണമാണ്. ലോക്സഭാ ഇലക്ഷൻ എങ്ങനെയെങ്കിലും പാർലമെന്റിൽ അംഗസംഖ്യ കൂട്ടാനുള്ള ശ്രമത്തിലാണ് പാർട്ടി. പക്ഷേ കാര്യങ്ങൾ കുറച്ച് കടുപ്പമാണ് താനും. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ പലയിടത്തും കോൺഗ്രസ് ദുർബലമാണ്. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്ന സംസ്ഥാനം കൂടുതലാണ്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് ലഭിക്കും. BJPയുടെ 370 സീറ്റ് എന്ന ടാർഗറ്റ് തടയാൻ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. അത് ദക്ഷിണേന്ത്യ പിടിക്കുകയാണ്. പൂർണ്ണമായും BJPയുടെ പിടിയിലല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. കർണാടകയിൽ അവരുടെ ഭരണം കോൺഗ്രസ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത്തവണ എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് മുന്നേറ്റമുണ്ടായാൽ അത് ദേശീയതലത്തിൽ പാർട്ടിക്ക് നേട്ടമായി മാറും. ദക്ഷിണേന്ത്യയിൽ ശക്തമായ മുന്നേറ്റമുണ്ടായാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടാനുള്ള ഊർജ്ജമായി കോൺഗ്രസിന് മാറും. അതുമാത്രമല്ല, പാർലമെന്റിൽ BJPയെ ദുർബലമാക്കാനും ശക്തമായ പ്രതിപക്ഷമായി മാറാനും കോൺഗ്രസിന് സാധിക്കും. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന് 130 MPമാരെ പാർലമെന്റിലേക്ക് അയക്കുന്നുണ്ട്. 2019-ൽ BJP ഇതിൽ 29 സീറ്റുകൾ നേടിയിരുന്നു. അതിൽ 25 എണ്ണവും കർണാടകയിൽ നിന്നായിരുന്നു. ബാക്കി തെലങ്കാനയിൽ നിന്നും കിട്ടി. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ BJP തരിപ്പണമായി. പക്ഷേ കോൺഗ്രസും ഇവിടങ്ങളിൽ നേട്ടമുണ്ടാക്കിയില്ല. വെറും 28 സീറ്റാണ് പാർട്ടി നേടിയത്. അതേസമയം കോൺഗ്രസ് നേടിയ സീറ്റുകളെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ടാണ്. തമിഴ്നാട്ടിൽ 8 സീറ്റുകൾ നേടി. കേരളത്തിൽ 15 സീറ്റും 3 എണ്ണം തെലങ്കാനയിലും 1 സീറ്റ് വീതം കർണാടകയിലും പുതുച്ചേരിയിലും കോൺഗ്രസ് നേടുകയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്. കർണാടകയും തെലങ്കാനയും കോൺഗ്രസിന് പിടിവള്ളിയാണ്. തമിഴ്നാട്ടിൽ ഭരണത്തിന്റെ ഭാഗവുമാണ് കോൺഗ്രസ്. കേരളത്തിലും പുതുച്ചേരിയിലും പാർട്ടിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ആന്ധ്രാപ്രദേശിലും തുല്യ പോരാട്ടമാണ് നടക്കുന്നത്. കോൺഗ്രസിന് ഇത്തവണ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ് ലോക്സഭയിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഏക കാര്യം. ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയെ വീഴ്ത്തുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. 2019-ൽ 185 സീറ്റുകളാണ് BJP ഇവിടെ നിന്ന് നേടിയത്. എന്നാൽ കോൺഗ്രസ് ആകെ 5 സീറ്റാണ് നേടിയത്. മത്സരിക്കുന്ന സീറ്റുകളുടെയും അത് വിജയിക്കുന്നതിന്റെ കാര്യത്തിൽ ദക്ഷിണേന്ത്യ ഇത്തവണയും മുന്നിൽ നിൽക്കും. കർണാടകയിലും തെലങ്കാനയിലും കൂടുതൽ സീറ്റുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഉത്തരേന്ത്യയിലായിരിക്കും കോൺഗ്രസ് കൂടുതലായി ഫോക്കസ് ചെയ്യുക. കർണാടകയിൽ സീനിയർ നേതാക്കളെ അടക്കം മത്സരിപ്പിക്കാനായി ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കൂടുതൽ നേതാക്കളെ ഉൾപ്പെടുത്തി വോട്ടുകൾ ചോരാത്ത തരത്തിലായിരിക്കും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കുന്നത്.